ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. തീപ്പെട്ടികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ഗ്യാസ് അടുപ്പും ലൈറ്ററുമൊക്കെ വന്നതോടെ തീപ്പെട്ടിയുടെ ഉപയോഗം വളരെ കുറവാണെങ്കിലും ഒരു കാലത്ത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉപയോഗിച്ചിരുന്ന തീപ്പെട്ടികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ മറ്റു വീഡിയോകൾ കാണുവാനും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദേവദാരു, എസ്പിൻ, പൊങ്ങല്യം എന്നീ മരങ്ങൾ ഉപയോഗിച്ചാണ് തീപ്പെട്ടിക്കൊള്ളികൾ നിർമ്മിക്കുന്നത്. മരങ്ങൾ കട്ട് ചെയ്ത് ഫാക്ടറിയിൽ എത്തിച്ച് ഒരു പീലിംഗ് മെഷീൻ ഉപയോഗിച്ച് നേരെ ഷീറ്റുകളാക്കി മാറ്റിയെടുക്കുന്നതാണ് തീപ്പെട്ടിക്കൊള്ളി നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. ഈ ഷീറ്റുകളെല്ലാം ഓരോന്നിനു മുകളിൽ ഓരോന്നായി അടുക്കി വെച്ച് തീപ്പെട്ടിക്കൊള്ളിക്ക് വേണ്ടിയുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഈ മെഷീൻ ഓരോ മിനിറ്റിലും 10,000 തീപ്പെട്ടികൾക്ക് വേണ്ടിയുള്ള കൊള്ളികളാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്തതായി കട്ട് ചെയ്ത കൊള്ളികളെല്ലാം നിറയെ ഹോളുകളുള്ള ഒരു ഷേക്കിംഗ് ബെൽറ്റ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഡാമേജ് കൊള്ളികളും നല്ല കൊള്ളികളും തമ്മിൽ വേർതിരിച്ചെടുക്കുന്നു. ക്ലീനിങ് ആൻഡ് കാർബണൈസിംഗ് പ്രോസസ്സാണ് ഇനി നടക്കാൻ പോകുന്നത്. ഈ പ്രോസസ്സിലൂടെ കൊള്ളികളെല്ലാം നല്ലപോലെ ക്ലീനായി കൊള്ളികളിലെ നനവുകളും ഈർപ്പത്തെയും ഇല്ലാതാക്കുന്നു. ഈ പ്രോസസ്സ് കൂടി കഴിയുന്നതോടെ തീപ്പെട്ടിക്ക് വേണ്ടിയുള്ള കൊള്ളികൾ റെഡിയായി. ഇനിയുള്ളത് ഇതിൽ കത്തുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ചേർക്കലാണ്. ഇത് മറ്റൊരു ഫാക്ടറിയിലാണ് നടക്കുന്നത്. അവിടെ തന്നെയാണ് ഈ രാസവസ്തു ഉണ്ടാക്കുന്നതും. രാസവസ്തു ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണുന്നതിന് മുമ്പ് നമുക്ക് തീപ്പെട്ടിക്കൊള്ളികൾ പാക്ക് ചെയ്യാനുള്ള ബോക്സുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യമായി നേരിയ വലിയ കാർഡ്ബോർഡുകൾ ഒരു മെഷീന്റെ സഹായത്തോടെ 4 ഭാഗവും കട്ട് ചെയ്തെടുക്കുന്നു. ഈ കാർഡ്ബോർഡിലേക്ക് പിന്നീട് ഒരു പ്രിന്റിംഗ് മെഷീന്റെ സഹായത്തോടെ കമ്പനിയുടെ ലോഗോയും ബ്രാൻഡ് നെയിമും പ്രിന്റ് ചെയ്യുന്നു. അതോടൊപ്പം ലാമിനേറ്റിംഗും. അടുത്തതായുള്ളൊരു പ്രോസസ്സാണ് ഫ്രിക്ഷൻ ആപ്ലിക്കേഷൻ. തീപ്പെട്ടിക്കൊള്ളികൾ ഉരുതാൻ ഉപയോഗിക്കുന്ന രാസവസ്തു തീപ്പെട്ടിയുടെ ബോക്സിൽ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണിത്. ഈ പ്രോസസ്സുകൾക്ക് ശേഷം ഷീറ്റുകൾ കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിടുന്നു. പിന്നീട് മറ്റൊരു മെഷീന്റെ സഹായത്തോടെ ഷീറ്റുകൾ ഓരോന്നോരോന്നായി വേർതിരിച്ച് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ മറുഭാഗത്ത് തീപ്പെട്ടിയുടെ ഇന്നർ ബോക്സ് കൂടി തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഇതും ഇവിടെ ഒരു ഓട്ടോമാറ്റിക് മെഷീന്റെ സഹായത്തോടെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കൂട്ടുകാരെ, ഇനി നമുക്ക് തീ ഉണ്ടാവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ രാസവസ്തുവിനെ പാരാഫിൻ വാക്സ് എന്നാണ് പറയുന്നത്. പാരാഫിൻ വാക്സ് ഉണ്ടാക്കുവാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ജലാറ്റിൻ ക്യാപ്സ്യൂൾ, ഫോസ്ഫറസ്, സൾഫർ, ഗ്ലാസ് പൗഡർ, പൊട്ടാസ്യം ക്ലോറൈഡ്, സിലിക്ക എന്നിവയാണ്. ഒരു മിക്സർ ഗ്രൈൻഡറിൽ ഇവയോടൊപ്പം വേണ്ട കളറുകളും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുന്നു. നിശ്ചിത സമയത്തെ മിക്സിങ്ങിന് ശേഷം പാരാഫിൻ വാക്സ് തയ്യാറായി വരുന്നു. അടുത്തതായി കെമിക്കൽ ഡിപ്പിംഗ് പ്രോസസ്സാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൊള്ളികൾ വാക്സിനിലേക്ക് മുക്കിയെടുക്കുന്നൊരു പ്രോസസ്സാണിത്. കൊള്ളികളെല്ലാം ഒരു ബെൽറ്റിലൂടെ കടത്തിവിട്ട് ഒരു റോളിംഗ് അച്ചിലേക്ക് ഘടിപ്പിക്കുന്നു. അതിനുശേഷം കൊള്ളികൾ തയ്യാറാക്കിയിട്ടുള്ള പാരാഫിൻ വാക്സിനിലേക്ക് മുക്കിയെടുക്കുന്നു. പാരാഫിൻ വാക്സ് മുക്കിയെടുത്ത കൊള്ളികൾ പിന്നീട് മറ്റൊരു സെക്ഷനിലേക്ക് മാറ്റുന്നു. ഇവിടെ വെച്ച് കൊള്ളികളെല്ലാം തന്നെ നല്ലപോലെ ഉണക്കിയതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സിലേക്ക് പാക്ക് ചെയ്യാനും കൂടി ആരംഭിക്കുന്നു. ഇതും ഇവിടെ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ഉപയോഗിച്ച് ഭംഗിയായി നടത്തി വരുന്നു. കൂട്ടുകാരെ, നമ്മുടെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന ഓരോ ചെറിയ സാധനങ്ങളുടെയും പിന്നിലുള്ള ഫാക്ടറിയിലെ രഹസ്യങ്ങളും പ്രവർത്തനങ്ങളും വിവരിക്കുന്ന പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.